അവൻ വിശുദ്ധ ഖുർആനിൽ തന്നെ 50-ൽ പരം തവണ ഗഫൂർ എന്നാണ് അവനെ പ്രയോഗിച്ചിട്ടുള്ളത്. അവനെ തന്നെ വിളിച്ചത് ഗഫൂർ എന്നാണ്, ഏറെ പൊറുക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പശ്ചാത്താപത്തെ കുറിച്ചൊക്കെ പറയാൻ അവകാശം തന്നെ ഉള്ളത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. 10 തലമുറകൾക്ക് സഭയിൽ പ്രവേശനം കൊടുക്കാത്ത പശ്ചാത്താപത്തിന്റെ അവകാശവാദ ആണോ? അപ്പോ ഈ നിലക്കൊക്കെയാണ് വ്യാഖ്യാനങ്ങളുടെ അവസ്ഥയെങ്കിൽ അത് മിഷനറിമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മാത്രമല്ല ഇവിടെ വളരെ മോശമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അല്ലാഹു തന്ത്രശാലി, അല്ലാത്ത തന്ത്രമാണ് അല്ലാഹുവിനാണ്. ഇവിടെ അദ്ദേഹം വല്ലാതെ കളിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ തന്ത്രം എന്താന്ന് വെച്ചാൽ, അള്ളാഹു ആദ്യം പറഞ്ഞു മുസ്ലിങ്ങളോട്, നിങ്ങൾ സമാധാനത്തിൽ നിൽക്കണം, നിനക്ക് നിന്റെ ദീനാണ്, എനിക്ക് എന്റെ ദീനാണ്, ആരോടൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു. രണ്ടാമത് അള്ളാഹു പറഞ്ഞു, യുദ്ധം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, വേണമെങ്കിൽ യുദ്ധം ചെയ്യാം. പക്ഷെ കുറച്ച് ഭൂരിപക്ഷമൊക്കെ ആയപ്പോ അള്ളാഹ് എന്ത് പറഞ്ഞത്രേ, കണ്ടോടത്ത് വെച്ചിട്ട് ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ പറഞ്ഞ വാക്കുകളാണ്. അല്ല, നമുക്കും പറഞ്ഞുകൂടെ? ഇതേപോലെ തന്നെ തിരിച്ചു പറഞ്ഞൂടെ? യേശു ആദ്യം കടന്നു വന്നപ്പോ പറഞ്ഞു, ചെകിട്ടത്തടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, തിരിച്ചടിക്കാൻ പാടില്ല, നിങ്ങൾ തിരിച്ചടിക്കാൻ പാടില്ല. രണ്ടാമത് യേശുവിന്റെ ഒപ്പം കുറച്ച് ആൾക്കാരൊക്കെ ആയപ്പോ എന്ത് യേശു പറഞ്ഞു, മേലങ്കി വിറ്റിട്ടെങ്കിലും നിങ്ങൾ വാള് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർ കയ്യിലെത്തിയപ്പോഴോ, ഞാൻ സമാധാനം നിരൂപിക്കാനല്ല വന്നത്, അങ്ങനെ ആരും കരുതി, ഞാൻ ഇവിടെ സമാധാനത്തിനേ അല്ല വന്നത്, അങ്ങനെ ആരും കരുതി പോകരുത്, മറിച്ചോ ഞാനിവിടെ അസമാധാനം വരുത്താൻ തന്നെയാണ് വന്നത്. യേശു പറഞ്ഞിട്ടില്ലേ? നമുക്കും പറഞ്ഞൂടെ 3 ഘട്ടങ്ങൾ? പക്ഷെ അത്രമാത്രം നമുക്ക് തരം താഴാൻ പറ്റുമോ? ഇത് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇത്രമാത്രം മോശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു തന്ത്രശാലിയാണ്. വലിയൊരു ജനവിഭാഗം വിശ്വസിക്കുന്ന അവരുടെ ദൈവത്തിനെ കുറിച്ചാണ് ഈ പരാമർശങ്ങൾ എന്ന് ആലോചിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷെ മിഷനറിമാർ സ്വാഭാവികമാണ്, തങ്ങളുടെ ആദർശം തകർന്നടിക്കുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരം പരാമർശങ്ങളെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹുവിന്റെ തന്ത്രം എന്ന് പറഞ്ഞ് കളിയാക്കുക, അതിന്റെ പേരിൽ ചിരിക്കുക. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൽ ഭൂരിപക്ഷം വന്നൊരു കാലഘട്ടമില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് പീഡനങ്ങളും താണ്ഡനങ്ങളും സഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയി, പലായനം ചെയ്തു. ആ പ്രവാചകൻ പിന്നീട് എല്ലാ ശക്തിയുമായി മക്കയിലേക്ക് തിരിച്ചു വന്നു. തന്നെ ചവിട്ടിയവരും തന്നെ കല്ലെറിഞ്ഞവരും തന്നെ ആക്ഷേപിച്ചവരും തന്റെ മുഖത്ത് തുപ്പിയവരും തന്നെ ചവിട്ടിയവരും ആ എല്ലാ നിലക്കും ഉപദ്രവിച്ചവർ, അവർ തന്റെ കാൽ കീഴിൽ തന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തും ചെയ്യാനുള്ള ഒരനുയായി വൃന്ദം ചുറ്റുമുള്ള സമയത്ത് അവർക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടത് ഇസ്ലാമിന്റെ മഹാനായ പ്രവാചകനാണ്. ഈ പ്രവാചകനാണോ ബഹുഭൂരിപക്ഷം വന്നാൽ എല്ലാ അവിശ്വാസികളെയും കൊന്നെടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറയാൻ മിഷണറിമാർ കാര്യമായിട്ട് ഉപയോഗിച്ചത്? അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ മോശമായ പരാമർശങ്ങളായിപ്പോയി. ഒരു മതസംവാദം എന്ന നിലക്ക് പ്രയോഗിക്കേണ്ടതില്ലാത്ത എത്രയെത്ര വാചകങ്ങൾ. അപ്പൊ ഇതിന് ശരിക്കും അതേപോലെ മറുപടി നൽകാൻ നമുക്ക് കഴിയാഞ്ഞിട്ടല്ല, ബൈബിളിലെ ഉദ്ധരണികൾ മാത്രം മതി അതിന്. പക്ഷേ ഇസ്ലാം ഞങ്ങളെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്, ഇസ്ലാം ഞങ്ങളെ പഠിപ്പിച്ചൊരു ധാർമ്മികതയുണ്ട്. ആ അതിർവരമ്പിൽ നിന്നുകൊണ്ടേ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ആ ദൗർബല്യത്തെ
എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ദൗർബല്യത്തെ മുതലെടുക്കാൻ ശ്രമിച്ചോളൂ. പക്ഷേ ജനങ്ങൾ കാര്യം മനസ്സിലാക്കും എന്നൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ അവിശ്വാസിയെ കണ്ടാൽ കൊല്ലാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്ന 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 5 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ വിവരിക്കുകയാണെങ്കിൽ ഏറെ സമയം അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ ആ കണ്ടെടുത്ത് ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും എന്ന് പറയുന്ന ആയത്തിന് തൊട്ടുശേഷമുള്ള ആയത്തിൽ തന്നെ പറഞ്ഞു, വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅമനഹു ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. ഇനി ആ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഈ നിങ്ങൾ പറഞ്ഞ ആളുകളുണ്ടല്ലോ, കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് വിധിക്കപ്പെട്ട ആ മുശ്രിക്കീങ്ങൾ നിങ്ങളുടെ അടുക്കൽ അവർ അഭയം തേടി വന്നാൽ നിങ്ങൾ അവർക്ക് അഭയം നൽകുക. എന്നിട്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ നിങ്ങൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക. അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവരെ നിങ്ങൾ ഒരഭയസ്ഥാനത്ത് അവരെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. കാരണം അവർ അറിവില്ലാത്തൊരു സമൂഹമാകും. ഇതാണ് ഖുർആനിന്റെ തൊട്ടുശേഷമുള്ള ആയത്ത്. എന്നിട്ട് ആ ആയത്ത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ എല്ലാവരെയും കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ കൂടെ ലക്ഷ്യം എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും. ഇത്രയോ നമുക്ക് പറയാം. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ അവിശ്വാസികളെ മുഴുവൻ കൊല്ലാനുള്ള എന്തെങ്കിലും ഒരു കൽപ്പന? എന്നാൽ ബൈബിൾ ഇതുപോലെ കൽപ്പിച്ചിട്ടില്ലേ? ഇതേ ഈ യാതൊരുവിധ നിബന്ധനകൾ ഖുർആൻ പ്രയോഗിച്ച ഈ നിബന്ധനകളൊന്നുമില്ലാതെ ബൈബിൾ പ്രയോഗിച്ചിട്ടില്ലേ? പുറപ്പാട് പുസ്തകത്തിലെ 22-ാം അധ്യായത്തിൽ 20-ാം വചനത്തിൽ കർത്താവിനല്ലാതെ ബലി നൽകുന്നവരെ വധിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ എന്താണ് ബൈബിൾ പണ്ഡിതന്മാർക്കും മിഷണറിമാർക്കൊക്കെ പറയാനുള്ളത്? ചേട്ടന്മാർ ഇതിന് മറുപടി നൽകട്ടെ. ഇവിടെ ഞാൻ ചേട്ടന്മാരെന്ന് പറയുന്ന അവര് തന്നെ പ്രയോഗിച്ചാണ്ടോ? ഞങ്ങൾ ചേട്ടന്മാരാണ്, ഞങ്ങളടുത്ത് വന്ന് പഠിക്കാനാ പറഞ്ഞ്. ചേട്ടന്മാര് മറുപടി നൽകട്ടെ ഇതിന്. എന്താ അവർക്ക് പറയാനുള്ളത്? കർത്താവിനല്ലാതെ ബലി നൽകുന്നവരെ വധിക്കണം എന്ന് തന്നെയാണ് ബൈബിളിന്റെ നിയമം. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാകാം ബൈബിളിൽ ഇത്രയധികം കൊലപാതകങ്ങൾ ഉണ്ടായത്. സ്വാഭാവികം മാത്രമാണല്ലോ. പിന്നെ അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഇവിടെ ഉദ്ധരിച്ചൊരു കാര്യം, അവസാനം മോക്ഷത്തിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലാണോ എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം തെളിവായി ഉദ്ധരിച്ച ആയത്താകട്ടെ 46-ാം അധ്യായം സൂറത്ത് അഹ്ഖാഫിന്റെ 9-ാമത്തെ ആയത്താണ്. അതിൽ വിശുദ്ധ ഖുർആൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ വമാ അന ഇല്ലാ നദീറും മുബീൻ. ഖുർആൻ പറയാണ്, ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ പ്രവാചകന്മാരിൽ പുതിയ ആളൊന്നല്ല. എനിക്ക് മുന്നേ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും, എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എന്താണ് ചെയ്യപ്പെടുക എന്നെനിക്കറിയില്ല. ഈ ആയത്ത് ഉയർത്തി കാണിച്ചിട്ട് മൂപ്പര് പറയാണ് അള്ളാന്റെ പ്രവാചകന് സ്വർഗത്തിൽ പോകുമെന്ന് അറിയില്ല എന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ ആയത്തിൽ എവിടെയാണ് പരലോക വിഷയത്തെക്കുറിച്ച് ഞാൻ സ്വർഗത്തിൽ പോവില്ലേ എന്നറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ എവിടെയില്ല. ഈ ആയത്തിന്റെ പരിഭാഷ നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചോളൂ. പരലോകത്തിലാണ് എന്ന് ഈ ആയത്തിൽ എവിടെയും ഇല്ല. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ മുതുമുത്തച്ഛന്മാർ എന്നുവെച്ചാൽ പണ്ടത്തെ ക്രൈസ്തവന്മാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഇത്. വിശുദ്ധ ഖുർആനെതിരെ ഉന്നയിച്ച ആരോപണമാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ ക്രൈസ്തവർ പറഞ്ഞു, കണ്ടില്ലേ, പരലോകത്ത് എന്താണ് ചെയ്യപ്പെടുക എന്നറിയാത്ത ആളുകളാണ്. എന്നാൽ ഖുർആൻ അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വലിയൊരു ആക്ഷേപമായിട്ട് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ച വിഷയം. ഇനി വലിയ മറുപടിയൊന്നും ആ വിഷയത്തിന്റെ ആ മുഴുവൻ പശ്ചാത്തലവും പറയേണ്ട ആവശ്യമില്ല. എത്രാമത്തെ വയസ്സിലാണ് ജോസഫ് മറിയയെ കല്യാണം കഴിക്കുന്നത്? യേശുവിന്റെ മാതാവായ മറിയയെ